ക്രിസ്തുമസ് ദിനത്തിൽ പാലയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമുക്കറിയാം. കാർദിനാൾ മാർ റാഫേൽ തട്ടിൽ പിതാവ് അദ്ദേഹം കാർദിനാൾ ആയതിനു ശേഷം മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം അദ്ദേഹം പാലയൂർ ഫൊറാന ചർച്ചിലേക്ക് ആദ്യമായി എത്തുകയാണ് അന്നേ ദിവസം. ആ സമയത്ത് പാലയൂരിലെ വിശ്വാസി സമൂഹം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള കരോൾ ഗാനവും പിതാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. 8 മണിയോടുകൂടി ആ ദേവാലയത്തിനകത്ത് നടക്കുന്ന ആ ചടങ്ങിലേക്ക് ചാവക്കാട് SI പ്രവേശിക്കുകയും അവിടെ അത്തരത്തിലുള്ള മൈക്ക് ഉപയോഗിക്കുവാൻ പാടില്ലെന്നും ഇവിടെ നടത്തുന്ന ആഘോഷങ്ങൾക്ക് മൈക്ക് പെർമിഷൻ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെതിരെ കേസെടുക്കുമെന്നും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇവിടെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായത്. പോലീസ് അനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് നടന്ന ആ ചടങ്ങിൽ നടത്തിയത്. AD 52 സ്ഥാപിക്കപ്പെട്ട ഭാരതത്തിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ് പാലയൂർ സെന്റ് തോമസ് ദേവാലയം. ആ ദേവാലയത്തിൽ ആദ്യമായി എത്തുന്ന ആർച്ച് ബിഷപ്പിനെ സ്വീകരിക്കുവാൻ ഒരുക്കിയ ചടങ്ങ് അലങ്കോലമാക്കുവാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അത്തരത്തിലുള്ള നിരവധി സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഗവൺമെന്റ് അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് എടുത്തത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താൻ സാധിക്കാവുന്ന പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവിട്ടത്. കേരളത്തിലെ പിണറായി സർക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഉത്സവങ്ങളെ അലങ്കോലമാക്കുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ പൂരം ഉൾപ്പെടെ. അപ്പൊ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ കമ്മീഷനെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിക്ക് 15 ദിവസത്തിനകം ഇതിന്മേൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ കത്ത് ഇന്നലെ ലഭിക്കുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായും ആത്മാർത്ഥതയോടും കൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ തൃശ്ശൂർ പാർലമെന്റിലെ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത MP-യും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിജി നേരിട്ട് SIയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്നിട്ടും ധിക്കാരപരമായ ഒരു നിലപാട് SI എടുത്തു. അതിനുശേഷം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ പാലയൂർ പള്ളി സന്ദർശിച്ചു. ജോർജ് കുര്യൻജി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സമുന്നതരായ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം ഉൾപ്പെടെ അവിടെ സന്ദർശിച്ചു. വിശ്വാസി സമൂഹത്തിന്റെ ഒപ്പം എന്ത് വില കൊടുത്തിട്ടായാലും പാലയൂരിലെ വിശ്വാസി സമൂഹത്തിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവിടുത്തെ ഫാദറെ സന്ദർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ ബഹുകേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജി ഉൾപ്പെടെയുള്ള ടീം ഉറപ്പു നൽകുകയുണ്ടായി.